ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മോഷൻ എന്താണെന്ന് പഠിച്ചു, മോഷൻ്റെ ടൈപ്സ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് മോഷൻ ഇൻ ആപ്ലിക്കേഷൻ. ഒബ്സർവ് ടൈലർ സ്റ്റിച്ചിങ് ക്ലോത്ത്സ് യൂസിങ് എ സ്വിങ് മെഷീൻ. Of the different types of motion you have already come across, which are the ones you can see in a swing machine. സ്വിങ് മെഷീൻ യൂസ് ചെയ്തിട്ട്, അതായത് തയ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ട് ക്ലോത്ത്സ് തയ്ക്കുകയാണ് ഒരാൾ. അത് നിരീക്ഷിച്ചിട്ട് എന്തെല്ലാം തരം, ഏതൊക്കെ ടൈപ്സ് മോഷൻസ് ആ ഒരു സ്വിങ് മെഷീനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. മോഷൻ ഓഫ് ദ വീൽ, മോഷൻ ഓഫ് ദ സ്ട്രിങ്, മോഷൻ ഓഫ് ദ നീഡിൽ. വീലിൻ്റെ മോഷന് ഏത് ടൈപ്പ് മോഷനാണ് നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട്? റൊട്ടേഷൻ ആണല്ലേ. മോഷൻ ഓഫ് ദ സ്ട്രിങ്ങോ? സർക്കുലർ മോഷൻ, അതായത് ആ ചക്രത്തിൽ ഇങ്ങനെ അതിൻ്റെ സ്ട്രിങ് വെച്ചിട്ടുണ്ടല്ലോ, ഒരു കയറ്, ഒരു നൂലിങ്ങനെ പിരിച്ച് ആ രണ്ട് ചക്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. ദെൻ മോഷൻ ഓഫ് ദ നീഡിൽ. മോഷൻ ഓഫ് ദ നീഡിൽ ഏത് ടൈപ്പ് ഓഫ് മോഷനാണ്? ലീനിയർ മോഷൻ. കംപ്ലീറ്റ് ദ ടേബിൾ ആഡിങ് ദ ടൈപ്സ് ഓഫ് മോഷൻ ആൻഡ് ദ യൂസസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് മെൻഷൻഡ് ബിലോ. ഇതിൽ തന്നിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ ഇൻസ്ട്രുമെൻസിൻ്റെ മോഷൻ, ടൈപ്പ് ഓഫ് മോഷനും അതേപോലെ തന്നെ യൂസസും റൈറ്റ് ചെയ്യണം. ബോഡി ഇൻ മോഷൻ, ചലിക്കുന്ന വസ്തു, അതേപോലെ ടൈപ്പ് ഓഫ് മോഷൻ, അതിൻ്റെ മോഷൻ്റെ ടൈപ്പ് ഏതാണെന്നുള്ളത്, ന്യൂസ്, അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതും. സോ ഫസ്റ്റ്, ദ മെംബ്രെയിൻ ഓഫ് എ ചെണ്ട, അതായത് ഡ്രം ഹെഡ്, ചെണ്ടയുടെ ഡയഫ്രം, മെംബ്രെയിൻ, അത് ഏത് ടൈപ്പ് മോഷനാണ്? ടൈപ്പ് ഓഫ് മോഷൻ ഓസിലേഷൻ ആണല്ലേ. ദെൻ അതിൻ്റെ യൂസ്, പ്രൊഡ്യൂസസ് സൗണ്ട്, അത് സൗണ്ട് ഉണ്ടാക്കുന്നു. ചെണ്ട എങ്ങനെ ആ ഒരു അടിക്കുന്ന ഭാഗം കണ്ടിട്ടില്ലേ, ആ ഭാഗമാണ് ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓസിലേഷൻ ആണ് ടൈപ്പ് ഓഫ് മോഷൻ, പ്രൊഡ്യൂസസ് സൗണ്ട്, സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം യൂസ് ചെയ്യുന്നത്. ദെൻ എ റൊട്ടേറ്റിംഗ് ചെയർ, ടൈപ്പ് ഓഫ് മോഷൻ, റൊട്ടേഷൻ, യൂസ്, helps to turn in all direction. The tip of a clock's hand, ക്ലോക്കിലെ സൂചിയുടെ ഏറ്റവും അഗ്രഭാഗം, അതിൻ്റെ ടിപ്പ്, സർക്കുലർ മോഷൻ, യൂസ് ഷോർട്ട് ടൈം. ദ സ്മോളർ വീൽ ഓഫ് എ സീം മെഷീൻ, സീം മെഷീൻ്റെ ഏറ്റവും ചെറിയ വീല്, മുകളിലുള്ളത്, ടൈപ്പ് ഓഫ് മോഷൻ, റൊട്ടേഷൻ, യൂസ് ടു മൂവ് ദ നീഡിൽ ഫോർ സ്റ്റിച്ചിങ്. എ ലിഫ്റ്റ്, ഒരു ലിഫ്റ്റിൽ, ടൈപ്പ് ഓഫ് മോഷൻ, ലീനിയർ മോഷൻ, യൂസ് ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് മൾട്ടി ഫ്ലോസ്, മറ്റ് ഫ്ലോസിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. ദെൻ എ സ്വിങ്, ഊഞ്ഞാല്, ടൈപ്പ് ഓഫ് മോഷൻ, ഓസിലേഷൻ, യൂസ് എൻ്റർടൈൻമെൻറ്റ്. ദെൻ ദ സ്ട്രിങ് ഓഫ് എ വീണ, ഒരു വീണയിലുള്ള കമ്പി, ടൈപ്പ് ഓഫ് മോഷൻ, വൈബ്രേഷൻ, യൂസ് പ്രൊഡ്യൂസസ് സൗണ്ട്. വീൽ ഓഫ് എ ഫ്ലോർ മിൽ, പൊടിമില്ലിലെ ചക്രങ്ങൾ, ടൈപ്പ് ഓഫ് മോഷൻ, റൊട്ടേഷൻ, യൂസ് ടു ഗ്രൈൻഡ് ദ ഫ്ലോർ, ഫ്ലോറ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് മേക്ക് എ ടോയ് ഫാൻ, കളിപ്പങ്ക ഉണ്ടാക്കാം. എന്തൊക്കെയാ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്? മെറ്റീരിയൽസ് റിക്വയർഡ്: എ സ്മോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ, റിബ് ഓഫ് എ കോക്കനട്ട് ട്രീ ലീഫ്, അതായത് ഈർക്കിളില്ലേ, നമ്മളൊക്കെ പറയുന്ന ഈർക്കിൾ. ദെൻ ത്രെഡ്, നൂല്. കാർഡ്ബോർഡ് പീസ്. എ ബെഡ് ആൻഡ് ഗ്ലൂ, ഒരു മുത്തും പശയും. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? ഒരു ചെറിയ സ്മോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, റിബ് ഓഫ് എ കോക്കനട്ട് ട്രീ ലീഫ് വേണം, അതായത് എന്താണ്, ഒരു ഇറുക്കിളി വേണം, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, നൂല് വേണം, കാർഡ്ബോർഡ് പീസ് വേണം, ഒരു മുത്തും പശയും. എങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് അത് നിർമ്മിക്കേണ്ടത്? അപ്പോൾ ആ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. മേക്ക് എ ഹോൾ ഈച്ച് ഓൺ ദ ലിഡ്, ബോട്ടം ആൻഡ് ദ സൈഡ്സ് ഓഫ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ബോട്ടിലിൻ്റെ അടപ്പിലും അടിഭാഗത്തും ഏതെങ്കിലും ഒരു സൈഡിലും ഒരു ഹോൾ ഉണ്ടാക്കുക. അപ്പോൾ ടോട്ടൽ 3 ഹോൾ നമ്മൾ ഇട്ടു അല്ലേ. ദെൻ കട്ട് ഔട്ട് ദ ലീവ്സ് ഓഫ് എ ഫാൻ ഫ്രം കാർഡ്ബോർഡ്. അപ്പോൾ ആ കാർഡ്ബോർഡിൽ നിന്ന് ഫാനിൻ്റെ പോലെയുള്ള 2 ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഈർക്കിളിൽ കുത്തി വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള 2 ലീവ്സ് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഫിക്സ് ദ ബെഡ് ആൻഡ് ദ ടോപ്പ് ഓഫ് എ റിബ്, അറ്റ് ദ ടോപ്പ് ഓഫ് എ റിബ്, അതായത് ഈ റിബ് ഉണ്ടല്ലോ, അതായത് ഈർക്കിളി, ഈ ഈർക്കിളിൻ്റെ മുകളിൽ
മുത്ത് വെച്ചിട്ട് ആ മുത്തിൻ്റെ മുകളിൽ വേണം എന്ത് വെക്കാനായിട്ട്? ഫിക്സ് ദ ലീവ്സ് ഓഫ് ദ ഫാൻ ഓൺ ദ ബെഡ് യൂസിങ് ഗ്ലൂ, ടൈ ദ ത്രെഡ് ആൻഡ് ദ മിഡിൽ ഓഫ് എ റിബ്. അതായത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തു, പ്ലാസ്റ്റിക് ബോട്ടിൽ അടപ്പിലും താഴെ ഭാഗത്തും സൈഡിലും ഓരോ ഹോള് വീതിട്ടു. ദെൻ ഇറുക്കിളെടുത്തു, ഇറുക്കിളിൽ മുത്ത് വെച്ചു. മുത്തിൻ്റെ മുകളിലാണ് ഈ ഫാനിൻ്റെ 2 ലീവ്സ് നമ്മൾ കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തത് വെക്കുന്നത്. അതിനുശേഷം അതായത് അത് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഗമ്മ് യൂസ് ചെയ്ത് ഒട്ടിച്ച് വെക്കുക. അതിനുശേഷം ഈ റിബിൻ്റെ മിഡിൽ ഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് ഒരു നൂല് കെട്ടിയിടുക, റിബ് കെട്ടിയിടുക. പാസ് ദ റിബ് through the top and bottom holes in the plastic bottle such that the rib moves freely. Then നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളിട്ട ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിലൂടെ ഇറുക്കിളി ഇറക്കിയിട്ട് താഴെയുള്ള ഹോളിലേക്ക് കടന്നു നിൽക്കുന്ന വിധത്തിൽ ഇറുക്കിളി ഇറക്കുക. പുൾ ഔട്ട് ദ ഫ്രീ എൻഡ് ഓഫ് ദ ത്രെഡ് ത്രൂ ദ ഹോൾ on the side of the bottle and tie it to another piece of rib. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരത്തെ ആ ഈർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു നൂല് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെയുള്ള സെക്കൻഡ് പിക്ചർ നോക്കുക, രണ്ടാമത്തെ ബോട്ടിലിൻ്റെ പിക്ചർ. ആ നൂല് ആ സൈഡിലുള്ള ഹോളിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ നൂലിൻ്റെ അറ്റത്ത് ഒരു റിബിൽ ഈ നൂല് കെട്ടുക. അതായത് ഒരു ഈർക്കിളും കൂടെ എടുത്തിട്ട് അതിൽ ഈ നൂല് കെട്ടുക. ഇത്രയും കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ലെറ്റ്സ് റൊട്ടേറ്റ് ദ ഫാൻ. ഇനി നമുക്ക് ആ പങ്ക് ഒന്ന് കറക്കി നോക്കാം. ടേൺ ദ റിബ് ടു കംപ്ലീറ്റ്ലി വിൻ ദ ത്രെഡ് അറൗണ്ട് ഇറ്റ്. നൗ പുൾ ഔട്ട് ദ ഫ്രീ എൻഡ് ഓഫ് ദ ത്രെഡ്. ഡോണ്ട് യു സീ ഇറ്റ് റൊട്ടേറ്റിംഗ്. അപ്പോൾ ആ ഈർക്കിള് തിരിച്ചുകൊണ്ട് നൂല് മുഴുവനായോ അല്ലെ ചുറ്റിയെടുക്കണം. അതായത് ഉള്ളിലുള്ള ഈർക്കിളിലെ നൂല് നമ്മൾ പുറത്തേക്ക് ഒരു ഈർക്കിളിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്, അല്ലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ആ മുകളിലെ പങ്ക ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ കറക്കിയാൽ മതി. ആ നൂല് കംപ്ലീറ്റ് ആ ഉള്ളിലത്തെ ഈർക്കിളിമ ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും. ആ ഫുള്ള് ചുറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, പുറത്ത് ആ ഒരു സൈഡിലുള്ള ഹോളിലൂടെ നമ്മൾ പുറത്തിട്ടിട്ടുള്ള ഈർക്കിളുണ്ടല്ലോ, ആ ഈർക്കിൾ പിടിച്ചിങ്ങനെ വലിക്കുക. ആ വലിക്കുന്ന സമയത്ത് എന്താവും, ആ ചുറ്റി വെച്ച നൂല് പോരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പങ്ക് ഇങ്ങനെ കറങ്ങും. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ, ഒരു ബോട്ടിൽ എടുക്കുന്നു, ബോട്ടിലിൻ്റെ മുകളിലും താഴെയും ഒരു സൈഡിലും ഓരോ ഹോള് വീതെടുന്നു. ദെൻ ഒരു ഇറുക്കിളെടുക്കുന്നു, കാർഡ്ബോർഡിൽ ഫാനിൻ്റെ 2 ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നു. ആ ഇറുക്കിളിൽ ഒരു മുത്ത് വെക്കുന്നു, മുത്തിൻ്റെ മുകളിൽ ഗ്ലൂ ഒട്ടിച്ചിട്ട് ആ ഒരു ഫാനിൻ്റെ ലീഫ് അതിൽ ഒട്ടിച്ച് നിർത്തുന്നു. പിന്നെ ചെയ്യുന്നത് ഇറുക്കിളിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നൂല് കെട്ടിയിടുന്നു. പിന്നെ ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിലുള്ള ഹോളിലൂടെ ആ ഇറുക്കിൾ താഴ്ത്തിയിടുന്നു. താഴത്തെ ഹോളിലൂടെ പുറത്ത് വരണം കേട്ടോ. ആ രീതിയിലാണ് ഇറുക്കിളിൻ്റെ വലുപ്പം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ആ ഇറുക്കിളിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നൂല് കെട്ടിയിട്ടുണ്ട്. ആ നൂല് ഈ ബോട്ടിലിൻ്റെ സൈഡിലുള്ള ഹോളിലൂടെ പുറത്തേക്ക് ഇടുന്നു. നൂല് കുറച്ച് നീളം വേണം. ആ സൈഡിലുള്ള ഹോളിലൂടെ പുറത്തേക്കിട്ട ശേഷം അവിടെ മറ്റൊരു കൊച്ചു ഇറുക്കിൾ യൂസ് ചെയ്തിട്ട് ആ ഇറുക്കിളിൽ അത് കെട്ടി നിർത്തുകയാണ്, ആ അഗ്രഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ആ ഉള്ളിലത്തെ ഈർക്കിളുണ്ടല്ലോ, മുകളിലത്തെ പങ്ക് അങ്ങനെ തിരിച്ചു കൊടുക്കുക, മേലത്തെ ആ ഈർക്കിൾ പിടിച്ച് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഈർക്കിളിൽ ഉള്ളിലത്തെ നൂല് ഇങ്ങനെ ചുറ്റി വരും. ആ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ആ പുറത്തുള്ള ഈർക്കിൾ പിടിച്ചിട്ട് നമ്മൾ വലിക്കുന്ന സമയത്ത് ആ നൂല് അഴിഞ്ഞു പോരും. ആ അഴിഞ്ഞു പോരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫാൻ അവിടെ കറങ്ങും. ഹൗ ഡിഡ് ദ മോഷൻ ഓഫ് ദ ത്രെഡ് പാസ് ടു ദ ലീഫ് ഓഫ് ദ ഫാൻ? എങ്ങനെയാണ് ഇവിടെ ആ നൂലിലല്ലേ നമ്മൾ മോഷൻ ഉണ്ടാക്കിയത്, അല്ലേ, നൂലല്ലേ വലിച്ചത്. ആ സമയത്ത് എങ്ങനെയാണ് ആ നൂലിലുണ്ടായ മോഷൻ ഈ ഫാനിൻ്റെ പങ്കയിലേക്ക് എത്തിയത്? ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ത്രെഡ് മേക്സ് ദ റിബ് ടു റൊട്ടേറ്റ്. നമ്മൾ ആ ത്രെഡിൽ കൊടുക്കുന്ന ഫോഴ്സാണ് മുകളിലുള്ള റിബ് ആ ഇറുക്കിളിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ദസ് ദ ലീവ്സ് ബിഗിൻ ടു റൊട്ടേറ്റ് അലോങ് വിത്ത് ദ റിബ്. ആ ഇറുക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ലീവ്സും ആ ഫാനിൻ്റെ ലീവ്സും റൊട്ടേറ്റ് ചെയ്യും. What are the devices you have seen in which the force applied on one part is transferred to another part and used for motion? ഇതുപോലെ ഒരു ഡിവൈസിൻ്റെ ഒരു ഭാഗത്ത് കൊടുക്കുന്ന ഫോഴ്സ് മറ്റു ഭാഗങ്ങളിൽ എത്തിച്ച് ആ ഡിവൈസ് പ്രവർത്തിക്കുന്ന ഏതെല്ലാം ഡിവൈസസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? സൈക്കിൾ, സ്വിംഗ് മെഷീൻ, ഫ്ലോർ മിൽ. വാട്ട് ആർ ദി അറേഞ്ച്മെൻറ്റ്സ് മെയ്ഡ് ഇൻ സച്ച് ഡിവൈസസ്? ഇതിനായി എന്തെല്ലാം സംവിധാനങ്ങൾ ഇവയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഇങ്ങനെ ഒരിടത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മറ്റൊരിടത്തേക്ക്
ചലിപ്പിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സൈക്കിളും സ്വിംഗ് മെഷീനും ഫ്ലോർ മില്ലൊക്കെ അല്ലേ. ഇതിൽ ഏതൊക്കെ സംവിധാനങ്ങളാണ് അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. സൈക്കിളിൽ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. ഒരിടത്തുണ്ടാകുന്ന നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മോഷൻ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കിളിൽ യൂസ് ചെയ്യുന്നത് ചെയിനാണ്. കാരണം നമ്മൾ ആ പെഡലിൽ ചവിട്ടുന്ന സമയത്ത് സൈക്കിളിൻ്റെ വീല് കറങ്ങുന്നുണ്ട്. അതുപോലെ സ്വിംഗ് മെഷീനിൽ നാരോ ബെൽറ്റ് ആണ്, ഒരു ബെൽറ്റ് കണക്ട് ചെയ്യുന്നുണ്ട് രണ്ട് ചക്രങ്ങളും തമ്മിൽ. ദെൻ ഫ്ലോർ മില്ലിൽ ഒരു ബ്രോഡ് ബെൽറ്റ് ഉണ്ട്, നല്ല വീതിയുള്ള ഒരു ബെൽറ്റ് ഉണ്ട്. വെർ ഡു വി അപ്ലൈ ഫോഴ്സ് വൈൽ സൈക്ലിംഗ്? സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? വി അപ്ലൈ ഫോഴ്സ് ഓൺ ദി പെഡൽ. നമ്മൾ പെഡലിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഹൗ ഡസ് ദിസ് ഫോഴ്സ് റീച്ച് ദ വീൽ? എങ്ങനെയാണ് ഈ ഫോഴ്സ് വീലിലെത്തുന്നത്? വെൻ വി അപ്ലൈ ഫോഴ്സ് ഓൺ ദ പെഡൽ, ദിസ് മേക്സ് ദ ടൂത്ത് വീൽ ഫിക്സ്ഡ് വിത്ത് ദ പെഡൽ ടു റൊട്ടേറ്റ്. നമ്മൾ ആ പെഡലിൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് പെഡലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ടൂത്ത് വീൽ, അതായത് ഗിയർ അല്ലെങ്കിൽ പൽചക്രം എന്നൊക്കെ പറയാം, അതും കൂടെ റൊട്ടേറ്റ് ചെയ്യും. ദ ഫോഴ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ വീൽ ത്രൂ ദ ചെയിൻ കണക്റ്റഡ് ബിറ്റ്വീൻ ദ ടൂത്ത് വീൽസ് ആൻഡ് ദ ബാക്ക് വീൽ ഓഫ് ദ സൈക്കിൾ. ഈ പെഡലിൽ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എങ്ങോട്ടേക്ക്? വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എങ്ങനെ? ആ പെഡലിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൂത്ത് വീൽ ഉണ്ടല്ലോ, ആ ടൂത്ത് വീലും ബാക്ക് വീലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചെയിന് വഴി നമ്മൾ പെഡലിൽ കൊടുക്കുന്ന ഫോഴ്സ് ഈ ചക്രത്തിലേക്ക് എത്തും. അങ്ങനെയാണ് സൈക്കിൾ നമ്മൾ ഓടിക്കുന്നത്. വിച്ച് പാർട്ട് ഈസ് സെറ്റ് മോഷൻ ഫസ്റ്റ് വൈൽ വർക്കിംഗ് എ ഫ്ലോർ മിൽ? ഏത് ഭാഗം ചലിക്കുമ്പോഴാണ് പൊടിമില്ലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്? വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഭാഗം മോഷനിലാകുന്ന സമയത്താണ്? ദ മോഷൻ ബിഗിൻസ് ഫ്രം ദി മോട്ടോർ. മോട്ടോർ ഫസ്റ്റ് പ്രവർത്തിക്കുമ്പോഴാണ് ബാക്കിയുള്ള ഭാഗങ്ങളും പ്രവർത്തിക്കുന്നത്. ഹൗ ഈസ് ദിസ് റൊട്ടേഷൻ ട്രാൻസ്ഫേർഡ് ടു അതർ പാർട്സ്? ഈ റൊട്ടേഷൻ എങ്ങനെയാണ് മറ്റുള്ള പാർട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? ദ മോഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ മിൽ ത്രൂ ദ ആക്സിൽ, ബെൽറ്റ് ആൻഡ് വീൽ. ആക്സിലും ബെൽറ്റും വീലൊക്കെ യൂസ് ചെയ്തിട്ടാണ് മില്ലിൽ മോഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. വാട്ട് അറേഞ്ച്മെൻറ്റ്സ് ആർ മെയ്ഡ് യൂസ് ഓഫ് ഇൻ എ സ്വിംഗ് മെഷീൻ ടു ട്രാൻസ്ഫർ ദി ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി പെഡൽ ടു ദ നീഡിൽ? സ്വിംഗ് മെഷീൻ്റെ പെഡലിൽ കൊടുക്കുന്ന ഫോഴ്സ് നീഡിലെത്തിക്കാൻ, അതായത് അതിൻ്റെ സ്വിംഗ് മെഷീൻ്റെ സൂചിയിലെത്തിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ പെഡലിലാണ് ചവിട്ടുന്നത് അല്ലേ, പക്ഷെ അതിൻ്റെ ആ ഫോഴ്സ് പെഡലിലാണ് കൊടുക്കുന്നതെങ്കിലും അതിൻ്റെ മോഷൻ എവിടെ എത്തുന്നുണ്ട്? നീഡിൽ എത്തുന്നുണ്ട്. അതിന് നമ്മൾ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്? ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പെഡൽ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ബിഗ് വീൽ ത്രൂ എ റോഡ്. ഇറ്റ് റീച്ചസ് ദ സ്മോൾ വീൽ ബൈ മീൻ ഓഫ് എ ബെൽറ്റ്. ഒരു സ്വിംഗ് മെഷീനിൽ നമ്മൾ അതിൻ്റെ പെഡലിൽ കൊടുക്കുന്ന ഫോഴ്സ് അതിൻ്റെ വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് റോഡിലൂടെയാണ്. ഇറ്റ് റീച്ചസ് ദ സ്മോൾ വീൽ ബൈ മീൻസ് ഓഫ് എ ബെൽറ്റ്. അതിൽ നിന്ന് ഒരു ബെൽറ്റ് വഴി അതിൻ്റെ സ്മോൾ വീലിലേക്ക് എത്തുന്നു. അതായത് റോഡിലൂടെ വലിയ വീലിലേക്ക് എത്തും അല്ലേ, ആ വലിയ വീലിൽ നിന്ന് ഒരു ചെറിയ ബെൽറ്റ് വഴി ആ സ്മോൾ വീലിലേക്ക് എത്തുന്നു. ദ നീഡിൽ ഈസ് കണക്റ്റഡ് ടു ദ സ്മോൾ വീൽ. ആ സ്മോൾ വീലുമായിട്ട് നീഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പുറത്ത്. ഹെൻസ് ദ നീഡിൽ വർക്ക്സ് വെൻ ദ സ്മോൾ വീൽ ഈസ് റൊട്ടേറ്റഡ്. അങ്ങനെയാവുമ്പോൾ സ്മോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നീഡിലേക്കുള്ള ബാക്കിയുള്ള പാർട്സും റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നീഡിലിൻ്റെ പ്രവർത്തനവും നടക്കും. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതുക. അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത് എന്താണ്? ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ മെഷീൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അതർ പാർട്സ് ഓഫ് ദ മെഷീൻ. ഒരു മെഷീൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മറ്റ് ഭാഗത്തേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓർ ടു അതർ മെഷീൻസ്, അല്ലെങ്കിൽ ഒരു മെഷീനിൽ കൊടുക്കുന്ന ഫോഴ്സ് മറ്റൊരു മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ദ സെറ്റിങ്സ് ദം ഇൻ ടു മോഷൻ. ആ ഒരു ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കലിലൂടെ മറ്റു ഭാഗങ്ങളെയും കൂടെ ചലിപ്പിക്കാൻ സാധിക്കും. അതായത്
ഒരു മെഷീനിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെഷീൻ്റെ മറ്റുള്ള ഭാഗത്തേക്കും ഈ ഫോഴ്സ് എത്തുന്നതിലൂടെ ആ മെഷീൻ്റെ മറ്റുള്ള ഭാഗവും കൂടി പ്രവർത്തിപ്പിക്കാനും ചലിപ്പിക്കാനും നമുക്ക് സാധിക്കും. ദെൻ we make use of the chain, wheel and axle, belt etc. for this purpose. അപ്പോൾ ഈ മോഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സില് തുടങ്ങിയ സംവിധാനങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ മെഷീൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അതർ പാർട്സ് ഓഫ് ദി മെഷീൻ ഓർ ടു അതർ മെഷീൻസ്, thus setting them into motion. We make use of the chain, wheel and axle, belt etc. for this purpose. അതായത് ഒരു മെഷീനിൽ നൽകുന്ന ഫോഴ്സിനെ മറ്റു മെഷീനുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു മെഷീൻ പാർട്സിലേക്കോ എത്തിച്ച് അവയെ കൂടി മോഷനിലാക്കാൻ സാധിക്കും. അതുപോലെ ചെയിന്, ബെൽറ്റ്, വീല്, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഗിയേഴ്സ് അതായത് പൽചക്രങ്ങൾ. ആസ് ഷോൺ ഇൻ ദ പിക്ചർ, fix 2 corrugated plastic lids of different sizes on a wooden plank in such a way that they touch each other closely. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വ്യത്യസ്ത വലുപ്പമുള്ള 2 പ്ലാസ്റ്റിക് അടപ്പുകൾ ഒരു മരപ്പലകയിൽ രണ്ടും പരസ്പരം ചേർന്നിരിക്കുന്ന രീതിയിൽ ആണിയടിച്ച് ഉറപ്പിക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് അടപ്പ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അത് കറഗേറ്റഡ് പ്ലാസ്റ്റിക് ലിഡ്സ് ആയിരിക്കണം. കറഗേറ്റഡ് എന്ന് പറയുമ്പോൾ ആ പ്ലാസ്റ്റിക് ഇതിൻ്റെ സൈഡിൽ കണ്ടോ, പ്ലാസ്റ്റിക് അടപ്പിൻ്റെ ആ ഒരു സൈഡ് ഭാഗം മിനുസുള്ളതാവരുത്. ഇതിൽ കാണിക്കുന്ന പോലെ കുറച്ച് റഫ് ആയിട്ടുള്ളതാവണം. അത് തൊട്ടടുത്ത് ആണിയടിച്ച് ഉറപ്പിക്കുക. ദെൻ now turn each lid. ഇനി ഓരോ ലിഡും ജസ്റ്റ് ടേൺ ചെയ്യുക. വാട്ട് ഡു യു ഒബ്സർവ്? എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുക? when the small lid is turned to the left, in which direction does the big lid turn? what happens when it is turned to right? ചെറിയ അടപ്പ് ഇടത്തോട്ട് ലെഫ്റ്റിലോട്ട് കറക്കുമ്പോൾ വലിയ അടപ്പ് എങ്ങോട്ടാ കറങ്ങുക? റൈറ്റിലോട്ട് കറങ്ങും അല്ലേ. ഇനി ചെറിയ അടപ്പ് റൈറ്റിലേക്ക് കറക്കുമ്പോഴോ വലിയ അടപ്പ് ലെഫ്റ്റിലേക്ക് കറങ്ങും. അതായത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. when the small lid is turned to the left, the big lid is turned to right. when the small lid is turned to the right, the big lid is turned to the left. സ്മോൾ ലിഡ് ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടേൺ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ബിഗ് ലിഡ് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടേൺ ചെയ്യുക. ജസ്റ്റ് ഇതൊന്ന് വാച്ച് ചെയ്യൂ, ശരിക്കും സൂക്ഷിച്ച് നോക്കൂ. എങ്ങനെയാണ് 2 ഗിയേഴ്സും റൊട്ടേറ്റ് ചെയ്യുന്നത്? ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും ആയിട്ടാണ് റൊട്ടേഷൻ വരുന്നത്. കണ്ടോ? ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന അതേസമയം മറ്റേത് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആ പല്ലുണ്ട്, ആ ഒരു പല്ല് പോലെ നിൽക്കുന്ന ആ ഭാഗങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതൊന്നിങ്ങനെ തട്ടി തട്ടി മറ്റേന് പോകുമ്പോൾ ഒന്ന് ഈ സൈഡിക്കും ഒന്ന് മറ്റേ സൈഡിക്കും തന്നെ പോവാൻ സാധിക്കുള്ളൂ. ഇനി മറ്റൊരു പൽചക്രം, മറ്റൊരു ഗിയർ അതിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് ചെയിനോ എന്തെങ്കിലും ഈ 2 ഗിയേഴ്സിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് ആ സെൻട്രലിലുള്ള ഗിയറും കൂടെ കറങ്ങുമ്പോൾ റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള ഗിയേഴ്സ് സെയിം ഡയറക്ഷനിൽ കറങ്ങും. നമ്മുടെ സൈക്കിളിൻ്റെ കേസിൽ നോക്കിയാൽ ഇതാണ് സംഭവിക്കുന്നത്. ഈ 2 ഗിയേഴ്സ് തമ്മിൽ ഒരു ചെയിന് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ചെയിൻ ഇങ്ങനെ കറങ്ങാനുണ്ടായതുകൊണ്ടാണ് ആ 2 ചക്രങ്ങൾ ഒരേ ഡയറക്ഷനിൽ കറങ്ങാനുള്ള കാരണം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡസ് ദ ബിഗ് ലിഡ് ആൾസോ കംപ്ലീറ്റ് 1 റൊട്ടേഷൻ വെൻ ദ സ്മോൾ ലിഡ് കംപ്ലീറ്റ്സ് 1? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ചെറിയ അടപ്പ് ഒരു തവണ കറങ്ങുമ്പോൾ വലിയ അടപ്പ് ഒരു കറക്കം പൂർത്തിയാക്കുന്നുണ്ടോ? ചെറിയ അടപ്പ് ഒരു തവണ കറങ്ങുന്ന സമയത്ത് വലിയ അടപ്പിൻ്റെയും ഒരു തവണ കറക്കം പൂർത്തിയാക്കാൻ സാധിക്കുമോ? സ്റ്റാർട്ടിംഗ് പ്ലേസ് ഒരു ബ്ലാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ അടപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു, വലുതും റൊട്ടേറ്റ് ചെയ്യുന്നു. ചെറുത് റൊട്ടേഷൻ ഒന്ന് കംപ്ലീറ്റ് ആയി. വലുത് കംപ്ലീറ്റ് ആയോ? ഇല്ല, ഹാഫേ ആയുള്ളൂ. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. ചെറുത് 2 തവണ കംപ്ലീറ്റ് ആയി. അപ്പോഴാണ് വലുത് ഒരു തവണ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ റൈറ്റ് ചെയ്യും? നോ, ദ ബിഗ് ലിഡ് ഡസ് നോട്ട് കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. സ്മോൾ ലിഡ്
ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ ബിഗ് ലീഡിന് ഒരിക്കലും ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല. ഹൗ മെനി ടൈംസ് ഡസ് ദ സ്മോൾ ലീഡ് റൊട്ടേറ്റ് വെൻ ദ ബിഗ് ലീഡ് ഈസ് റൊട്ടേറ്റഡ് വൺസ്? വലിയ അടപ്പ് ഒരു തവണ കറങ്ങുമ്പോൾ ചെറിയ അടപ്പ് എത്രത്തോളം കറങ്ങുന്നുണ്ട്? വെൻ ദ ബിഗ് ലീഡ് റൊട്ടേറ്റഡ് വൺസ് ദ സ്മോൾ ലീഡ് മേക്സ് മോർ ദാൻ വൺ റൊട്ടേഷൻ. വലിയ ലീഡ് ഒരു തവണ കറങ്ങുമ്പോൾ സ്മോൾ ലീഡ് ഒന്നിൽ കൂടുതൽ തവണ കറങ്ങി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഗിയേഴ്സ്? The wheels that the interlocking of corrugations on the leads that enables one to rotate with the other is called gears. അതായത് നമ്മളിപ്പോൾ കണ്ടു, ആ അടപ്പുകളിലുള്ള നേരിയ പല്ലുകളാണ് ഒന്ന് കറങ്ങുമ്പോൾ മറ്റേ അടപ്പിനെയും കറങ്ങാനായിട്ട് സഹായിക്കുന്നത്. ഇങ്ങനെയുള്ള ചക്രങ്ങളാണ്, അതായത് വീൽസ് ആണ് പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ്. ഇനി ഇങ്ങനെയുള്ള ഗിയേഴ്സ് നിങ്ങൾ എവിടെയെല്ലാം കണ്ടിട്ടുണ്ട്? ഇൻ ടോയ്സ്, ക്ലോക്ക്, വാച്ച്, സൈക്കിൾ, ഹാൻഡ് റീൽസ്, മോട്ടോർ കാർസ്. ഇത്രയൊന്നുമല്ല, നിങ്ങൾക്ക് ഒരുപാട് റൈറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. ടൈം പീസ്, അതേപോലെ തന്നെ കരിമ്പ് ജ്യൂസിൻ്റെ മെഷീന്, റബ്ബർ ഷീറ്റ് അടിക്കുന്ന യന്ത്രത്തിൽ, വാഹനങ്ങളുടെ ഗിയർ, ആക്സില്, പാർക്കിലുള്ള റൈഡ്സ് അല്ലേ, സൈക്കിള്, കോൺക്രീറ്റ് മിക്സിംഗ് മെഷീന്, CD, DVD പ്ലെയർ, ഇങ്ങനെയുള്ള ഒരുപാട് മെഷീൻസിൽ നമുക്ക് ഗിയേഴ്സ് കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക ഇതിൻ്റെ കൂടെ കേട്ടോ. ട്രൈ റൊട്ടേറ്റിംഗ് ദ ഗിയേഴ്സ് ഇൻ ഹാൻഡ് റീൽസ് ആൻഡ് ടോയ്സ്. പൽചക്രങ്ങളിലും കളിപ്പാട്ടങ്ങളിലൊക്കെ ഉള്ള ഗിയേഴ്സ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നോക്കുക. എന്ത് കാണാൻ പറ്റുക? ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് ഗിയേഴ്സ് ക്യാൻ ബ്രിങ് ഔട്ട് ഇൻ മോഷൻ on the basis of the indicators given below and write them down in the science diary. അങ്ങനെ ഓരോന്നും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഗിയേഴ്സ് വെറുതെ കറക്കി നോക്കുമ്പോൾ അതിലുള്ള ഗിയേഴ്സിൻ്റെ ചലനങ്ങൾ, ആ ഗിയേഴ്സിൻ്റെ ചലനങ്ങൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റിൽ, ആ ഒരു മെഷീനിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരുത്തുക? ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കി നോക്കാം. ഡു ദേ ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ? ചലനത്തിൻ്റെ ദിശയിൽ മാറ്റം വരുത്തുന്നുണ്ടോ? അതായത് ഈ പൽചക്രം കറക്കുന്ന സമയത്ത് ഇതിൻ്റെ മോഷൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരുത്തുന്നുണ്ടോ? ഉണ്ട് അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു ദേ ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് മോഷൻ? സ്പീഡ്, മോഷൻ്റെ സ്പീഡ്, ചലനത്തിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരുത്തുന്നുണ്ടോ? യെസ്, സ്പീഡിലും വ്യത്യാസം വരുത്തുന്നുണ്ട്. നമുക്ക് തന്നെ നോക്കിയാൽ അറിയാലേ, ഗിയർ ബോക്സിലൊക്കെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ചേഞ്ചിങ്ങിനും നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ കാറിലെ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളിലെ ഗിയർ ബോക്സ് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഇതിനുള്ള ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ പൽചക്രങ്ങളൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും ടോയ്സിൻ്റെ ഉള്ളിലത്തതോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് വൺ പാർട്ട് ഓഫ് എ മെഷീൻ, gears help us to set in motion more than one part of a machine at different speeds and in different directions. അതായത് ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ഡയറക്ഷനിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ നമ്മുടെ ഗിയേഴ്സ് സഹായിക്കുന്നു. When a big wheel is turned using a small wheel, the speed of rotation decreases. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം, അതായത് ഗിയർ കറക്കുമ്പോൾ ചലന വേഗം കുറയുന്നു. അതായത് മോഷൻ ഓഫ് സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നു. അതായത് ചെറിയ ഗിയർ ഉപയോഗിച്ച് വലിയ ഗിയർ കറക്കുന്ന സമയത്ത് മോഷൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യുക. ദെൻ വെൻ ഇറ്റ് ഈസ് റിവേഴ്സ്ഡ് ദ സ്പീഡ് ഇൻക്രീസസ്. ഇനി അത് നേരെ തിരിച്ചാണെങ്കിലോ, വലിയ ചക്രം കറക്കിയിട്ട് ചെറിയ ചക്രം കറക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ്, മോഷൻ്റെ സ്പീഡ് ഇൻക്രീസസ്, അത് കൂടും. The use of gears can bring about changes in speed and direction of motion. ഗിയേഴ്സ് യൂസ് ചെയ്തിട്ട് മോഷൻ്റെ ഡയറക്ഷനും സ്പീഡും മാറ്റാൻ കഴിയുന്നു. We make use of this advantage in a number of machines. ഈ ഒരു പ്രയോജനം, ഈ ഒരു സൗകര്യം
നമ്മൾ ഒട്ടേറെ മെഷീൻസിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ളത് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് താഴെ ഇങ്ങനെ റൈറ്റ് ചെയ്യുക കേട്ടോ. 2-3 അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ 3 പോയിൻറ്റ്സ് ആയിട്ട് അത് നോട്ടിൽ റൈറ്റ് ചെയ്യുക.